ഓക്കെ, അപ്പോൾ വെൽക്കം ടു ദി വേൾഡ് ഓഫ് ഫിസിക്സ്, സെക്കൻഡ് ഇയർ ഫിസിക്സ്. ഓക്കെ, ഫസ്റ്റ് ഇയർ ഫിസിക്സിൻ്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ കണ്ടിന്യൂവേഷനാണ്. പക്ഷെ അതിൽ പഠിച്ച ആ ഒരു ഏരിയ അല്ല, വേറൊരു ഏരിയയാണ് നമ്മൾ പഠിക്കുന്നത്. ബട്ട് ദി ടെക്നിക്സ് ആർ എംപ്ലോയ്ഡ്. അവിടെ പഠിച്ച അതേ മെത്തേഡുകളും അതേ മാത്തമാറ്റിക്സും ഇവിടെയും ആവശ്യമുണ്ട്. എന്താണ് നമ്മൾ ഫസ്റ്റ് ഇയർ ഫിസിക്സിൻ്റെ ആകെത്തുകയായിട്ട് പഠിച്ചത്? അതിൻ്റെ കോറായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്താണ്? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത് ചലനത്തെക്കുറിച്ചാണ്, മോഷൻസിനെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത്. അതിലൂടെ നമ്മൾ മോഷൻ്റെ ഇക്വേഷൻസ്, കൈനമാറ്റിക് ഇക്വേഷൻസ് പഠിച്ചു. കൈനമാറ്റിക് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ വസ്തുക്കൾ മൂവ് ചെയ്യുമ്പോൾ അവയുടെ മോഷൻ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആക്സിലറേഷൻ, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപയോഗിച്ച് നമുക്ക് ഇനീഷ്യൽ പാരാമീറ്റേഴ്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മോഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. പിന്നീട് നമ്മൾ ഈ മോഷൻ്റെ പിന്നിലുള്ള പ്രചോദനം എന്താണ്, വാട്ട് ഈസ് ദി കോസ് ഓഫ് ദി മോഷൻ എന്ന് നോക്കുമ്പോൾ അത് ഫോഴ്സാണ്. മെയിനായിട്ട് മോഷൻ്റെ അവസ്ഥനെ മാറ്റുന്ന ആൾ ഫോഴ്സാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ലോസ് ഓഫ് മോഷൻ പിന്നീട് പഠിച്ചു. ഈ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആണ് ഫസ്റ്റ് ഇയർ ഫിസിക്സിൻ്റെ, അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള കുറേ അതിൻ്റെ ആ പ്രോപ്പർട്ടീസും ആ ഇക്വേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്. പിന്നീട് അതിൻ്റെ വകഭേദങ്ങളായിട്ട് നമ്മൾ റൊട്ടേഷണൽ കൈനമാറ്റിക് ഇക്വേഷൻസ് പഠിച്ചു, റൊട്ടേഷണൽ മോഷൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, ഫോഴ്സിൽ നിന്നും ടോർക്ക് എങ്ങനെ വരുന്നു എന്ന് പഠിച്ചു, ആംഗുലാർ ക്വാണ്ടിറ്റീസായ ആംഗുലാർ മൊമെൻറ്റം, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ പോലെയുള്ള ടേംസ് പരിചയപ്പെട്ടു. റൊട്ടേഷണൽ മോഷനുമായി ബന്ധപ്പെട്ട മൊമെന്റ് ഓഫ് ഇനേർഷ്യ പരിചയപ്പെട്ടു. ഇത്രയുമാണ് ബേസിക് കോർ ഫിസിക്സ് യു ലേൺഡ് ഇൻ ഫസ്റ്റ് ഇയർ. പിന്നെ അത് ഉപയോഗിച്ചിട്ടുള്ള അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിൽ വരുന്നുണ്ട്, സോളിഡ്സിൻ്റെ ചാപ്റ്റർ വരുന്നുണ്ട്, ഗ്രാവിറ്റേഷൻ വരുന്നുണ്ട്. ഈ ന്യൂട്ടന്റെ നിയമം, ചലന നിയമം, F=ma എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ യു ഷുഡ് നോ ദി ഫോഴ്സ്. ആ ഫോഴ്സ് അറിയാം, ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് അറിയാമെങ്കിൽ F=ma ഉപയോഗിച്ച് അതിൻ്റെ ആക്സിലറേഷനും, ആ ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വെലോസിറ്റിയും, ഇനീഷ്യൽ കണ്ടീഷൻ അറിയാമെങ്കിൽ വെലോസിറ്റിയും, അതിൽ നിന്ന് അതിൻ്റെ ഫൈനൽ പൊസിഷൻസും ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ ഫോഴ്സ്, വസ്തുക്കൾ വ്യത്യസ്ത ഫോഴ്സുകളുടെ ഇൻഫ്ലുവൻസിൽ ഒബ്ജക്ട്സ് മൂവ് ചെയ്യുന്നുണ്ട് പ്രപഞ്ചത്തിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മുടെ എർത്തിൻ്റെ മോഷനൊക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആധാരമായിട്ടുള്ളതാണ്, അറൗണ്ട് ദി സൺ. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ടൈപ്പ് ഫോഴ്സ് നിങ്ങൾ പഠിച്ചു, ദാറ്റ് ഈസ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആകെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരേ ഒരു ഫണ്ടമെന്റൽ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. പിന്നെ നിങ്ങൾ കണ്ടത് ഫ്രിക്ഷണൽ ഫോഴ്സ്, നോർമൽ ഫോഴ്സ്, ടെൻഷൻ ഫോഴ്സ് ഒക്കെയാണ്. അതൊന്നും ഫണ്ടമെന്റൽ ഫോഴ്സ് അല്ല. ബട്ട് സ്റ്റിൽ ആ ഫോഴ്സ് ഒക്കെ ഇക്വേഷൻ, സ്പ്രിങ്ങിന്റെ ഫോഴ്സ് F=kx എന്നാണ്. ആ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് അതും ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സിസ്റ്റത്തിന്റെ, ആ സ്പ്രിങ് ഉപയോഗിക്കുന്ന സിസ്റ്റത്തിന്റെ കുറിച്ച് പഠിക്കാൻ പറ്റും. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് സെക്കൻഡ് ഇയറിൽ. പക്ഷേ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ നമ്മൾ പുതിയ ഒരു ഫണ്ടമെന്റൽ ഫോഴ്സിനെ കൂടി പരിചയപ്പെടാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ദി ഫോഴ്സസ് ഇന്ററാക്ടിങ് ബിറ്റ്വീൻ ദി ചാർജസ്. ചാർജുകൾക്കിടയിലുള്ള ബലം. നിങ്ങൾ ഇപ്പോൾ നോട്ട്സ് ഒന്നും എഴുതണ്ട, നോട്ട് എഴുതാനാവുമ്പോൾ ഞാൻ പറയും, അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതാൻ വേണം. ലാസ്റ്റ് കുറച്ച് പേര് എനിക്ക് നോട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, റഫ് നോട്ടോ അഡീഷണൽ ഇൻഫർമേഷനൊക്കെ ആയിട്ട് എന്തെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം, പേപ്പറിലോ. ഓക്കെ, നോട്ടിലേക്ക് പകർത്തേണ്ട കാര്യം ഞാൻ പ്രത്യേകം പറയും. അപ്പോൾ അതാണ് നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്ന ആദ്യത്തെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് മോഡേൺ ഫിസിക്സിൻ്റെ പാർട്ടും പഠിക്കാനുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ് അതിനെ പറയുക. അത് ചാർജുള്ള വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സാണ്. നിങ്ങൾ ചാർജ്ഡ് വസ്തുക്കൾ തമ്മിലുള്ള സ്ഥിത വൈദ്യുതിയെക്കുറിച്ച് ചിലപ്പോൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. ആ ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചാർജിനെ കുറിച്ചാണ് പറയുന്നത്. മാസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? മാസ് നമ്മൾ പറയും പലപ്പോഴും ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി ഈസ് കാൾഡ് മാസ് എന്ന് പറയും. എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ്, അതാണ് ഒരു സാധാരണ നമ്മൾ പറയുന്ന ഒരു ഉത്തരം. അതിന് കുറെ കൂടി
ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ട്. അതായത് മാസ്, ഒരു ഒബ്ജക്റ്റിന് മാസ് ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ നമ്മൾ തീരുമാനിക്കുക? അവിടെയാണ് അതിന്റെ പ്രശ്നം വരുന്നത്. ഒരു ഒബ്ജക്റ്റിന് മാസ് ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? അതിന് ഏറ്റവും നല്ല വഴി ആ ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റുമായിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇഫ് an object can feel the gravitational force, അതിന് മാസ് ഉണ്ട് എന്നാണ്. അപ്പോൾ കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ മാസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നതിന് ഒരു വസ്തുവിന് കാരണമാക്കുന്ന അതിൻ്റെ സവിശേഷതയാണ് മാസ് എന്ന് പറയുന്നത്. സോ മാസ് ഈസ് എ എൻറ്റിറ്റി വിച്ച് എനേബിൾസ് an object to experience gravitational force. അതൊരു മാസിന്റെ ഒരു നിർവചനമായിട്ടൊക്കെ പറയാം. മാസ് ഉണ്ടെങ്കിൽ മാത്രമേ, മാസ് ഉള്ളവർക്ക് മാത്രമേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടൂ. നിങ്ങൾ കുറെ കൂടി ഹയർ ലെവലിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റു ഫോഴ്സുകളെ പോലത്തെ ഒരു ഫോഴ്സ് അല്ല എന്നും അത് സ്പേസ് ടൈമിന്റെ ഒരു കർവേച്ചറാണ് എന്നൊക്കെ പിന്നീട് നിങ്ങൾ പഠിക്കും. ഇപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. സോ ആസ് ഓഫ് നൗ അതാണ് മാസ്. മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി വിച്ച് എനേബിൾസ് എ പാർട്ടിക്കിൾ ഓർ an object or an entity to experience, to feel or to participate in gravitational interaction. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പരസ്പരം എക്സേർട്ട് ചെയ്യുന്നതിൽ പങ്കെടുക്കണമെങ്കിൽ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട സവിശേഷതയാണ് മാസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അതേപോലെ ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ചാർജ്? അപ്പം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ടത് ചാർജിനെ കുറിച്ചാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, വാട്ട് ഈസ് ഇലക്ട്രിക് ചാർജ് എന്ന് ചോദിച്ചാൽ. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ ഈ ചാപ്റ്റർ അങ്ങനെ പഠിച്ചു പോകാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ചാർജ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. സോ ദർ ആർ 98 പാർട്ടിസിപ്പൻസ് നൗ. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ, ഇനി മിസ്സാവുന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് വീഡിയോ കാണാം. ഏതാണ്ട് 7:56 8 മണി ആവാനായല്ലോ. ഇനി വരുന്നവർക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് റെക്കോർഡർ വീഡിയോ കാണാം. ഷുഡ് ബി ഇൻ ടൈം. ഇനി കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ടീച്ച് മിനിറ്റിൽ കയറും. അടുത്ത ക്ലാസ് മുതൽ ടീച്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് എത്രയും കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ. സോ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ഹെഡിങ് കൊടുക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ, ഹെഡിങ് എഴുതിക്കോളൂ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിൻ്റെ തൊട്ട് താഴെ ഇതുപോലെ നിങ്ങൾക്ക് എഴുതാം, സിംപ്ലി ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ഫോഴ്സസ് ഓഫ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ചാർജസ് അറ്റ് റെസ്റ്റ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? റെസ്റ്റിലിരിക്കുന്ന ചാർജുകൾ തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഫിസിക്സിന്റെ സബ് ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നിട്ട് അതിൻ്റെ താഴെ ഇത് എഴുതി വെക്കുക, ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ്, സിംപ്ലി ഇത് വേണമെന്നില്ല, ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ഫോഴ്സസ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ചാർജസ് അറ്റ് റെസ്റ്റ്. ഏറ്റവും പ്രധാനം അതിൽ ചാർജസ് അറ്റ് റെസ്റ്റ് ആണ്. ചാർജസ് അറ്റ് റെസ്റ്റ് എഴുതിയല്ലോ. സോ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ചാർജസ് അറ്റ് റെസ്റ്റ്. എന്താണ് പറഞ്ഞത്? റെസ്റ്റിലിരിക്കുന്ന ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഫോഴ്സുകളും അവയുടെ ബിഹേവിയറും പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ആക്ച്വലി ഇറ്റ് ഈസ് എ സബ് ടോപ്പിക് ഓഫ് ദി broader branch called electromagnetism.
ഇലക്ട്രോമാഗ്നറ്റിസം എന്നുള്ള വലിയൊരു ഏരിയയുടെ ഒരു ചെറിയ ഭാഗമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നോട്ടിൽ ഇത്ര എഴുതിയാൽ മതി. ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ഫോഴ്സസ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ചാർജസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈസ് ഫോർ ചാർജസ് അറ്റ് റെസ്റ്റ്. സ്റ്റേഷനറി ചാർജസിന്റെ ആണ് സ്റ്റാറ്റിക്സ് എന്നുള്ള പദയിൽ വന്നത്. ഇലക്ട്രോ സ്റ്റാൻഡ്സ് ഫോർ ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സ്റ്റാറ്റിക്സ് റെഫേഴ്സ് ടു ദി ദോസ് which are at rest, means charges at rest. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ഫോഴ്സസ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ചാർജസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, എഴുതി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഇലക്ട്രിക് ചാർജ്? ചാർജസ് അറ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ചാർജ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണമല്ലോ. നമ്മൾ ഏറ്റവും ബേസിക് ലെവലിൽ തുടങ്ങുകയാണ്. സോ വാട്ട് ഈസ് ഇലക്ട്രിക് ചാർജ്? ദ ആൻസർ ഈസ്, കുറേ ഉണ്ട്, ഇത് ഫുൾ എഴുതാൻ നിൽക്കണ്ട. അപ്പോൾ ഇതുവരെ ഈ റെസ്റ്റ് വരെ നോട്ടിൽ എഴുതിയാൽ മതി, പിന്നെ ഇനി ഞാൻ പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ വിച്ച് എനേബിൾസ് ദം ടു ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ. ദിസ് ഫോഴ്സ് ബിറ്റ്വീൻ സ്റ്റേഷനറി ചാർജസ് ഈസ് കാൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ് ചാർജ് എന്ന് പറഞ്ഞാൽ. ചാർജ് ഉണ്ട് ഒരു വസ്തുവിന് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇന്ററാക്ഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുത്താനും അനുഭവിക്കാനും കഴിയും അതിന് ചാർജ് ഉണ്ട്. മറ്റൊരു ചാർജുള്ള ഒബ്ജക്റ്റിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ അനുഭവപ്പെടും. മറ്റൊരു ചാർജുള്ള വസ്തുവിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ചെലുത്താനും കഴിയും, എന്തുണ്ടെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് ചെയ്യാൻ ഒരു വസ്തുവിന് ഇത് എനേബിൾ ആക്കാൻ ഒരു വസ്തുവിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയെ നമുക്ക് അതിന്റെ ചാർജ് എന്ന് വിളിക്കാം, ഇലക്ട്രിക് ചാർജ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എഴുതിക്കോളൂ ഇലക്ട്രിക് ചാർജ്. നിങ്ങൾ വാട്ട് ഈസ് ഇലക്ട്രിക് ചാർജ് എന്ന് എഴുതാം. ഹെഡിങ് ആയിട്ട് തന്നെ എഴുതിയാൽ മതി, ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് എന്ന് മാത്രവും എഴുതാം. ഹെഡിങ് സബ് ഹെഡിങ് താഴെ എഴുതാം. അപ്പോൾ ഇലക്ട്രിക് ചാർജ് എന്ന് ഹെഡിങ് കൊടുക്കുക. റൈറ്റ്, ഇലക്ട്രിക് ചാർജ് എന്ന് ഹെഡിങ് കൊടുക്കുക. അതിന്റെ താഴെ എഴുതാം ദ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. അണ്ട് എഴുതിക്കോളൂ ഇതുവരെ. The fundamental property of matter which enables them to interact with each other with a force of attraction or repulsion. This force between stationary charges is called electrostatic force. Charges എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് a body, an object with a charge എന്നാണ്. മാസസ് എന്ന് നമ്മൾ പറയല്ലോ, പോയിന്റ് മാസസ് എന്നൊക്കെ പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് സംതിങ് വിച്ച് ഹാസ് എ മാസ് എന്നാണ്. അതേപോലെ ചാർജസ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിച്ചത്. സോ വിത്ത് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. ദിസ് ഫോഴ്സ് ബിറ്റ്വീൻ സ്റ്റേഷനറി ചാർജസ് ഈസ് കാൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇനി there are two types of charges. അറിയാം നിങ്ങൾക്ക്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. Then, unlike charges attract and like charges repel. The net charge of an object may be positive, negative or zero. Zero എന്ന് പറഞ്ഞാൽ അതിന് ആ ഒബ്ജക്റ്റിന് സീറോ ചാർജുള്ള ആളുകളെ നമ്മൾ ന്യൂട്രൽ ഒബ്ജക്ട്സ് എന്ന് പറയും. Then unit of charge is coulomb. ഈ പാരഗ്രാഫ് എഴുതിക്കോളൂ.
ഓക്കെ, എഴുതി കഴിഞ്ഞില്ലെങ്കിൽ പറയണം കേട്ടോ, സമയം കൂടുതൽ വേണമെങ്കിൽ പറയണം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ ചെയ്യാമല്ലോ. നിങ്ങളിത് എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പറയണം, സമയം കൂടുതൽ തരാം. എഴുതിക്കോളൂ പെട്ടെന്ന് എഴുതും. ഓക്കെ, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ആരെങ്കിലും അറ്റൻഡൻസ് ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്താൻ, അതായത് നിങ്ങളുടെ പേര്, ക്ലാസ്, റോൾ നമ്പർ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താലാണ് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. അതാണ് ഞാൻ ലാസ്റ്റ് കോപ്പി ചെയ്യുക. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക, വിട്ടുപോയിട്ട് പിന്നീട് അറ്റൻഡൻസ് നഷ്ടപ്പെടുത്തില്ല. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ചാർജിന്റെ സവിശേഷതകൾ, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക് ചാർജ് എന്നുള്ളതിനൊരു ഉത്തരം കിട്ടി. ലാസ്റ്റത്തെ ഭാഗമൊക്കെ അതിന്റെ പ്രോപ്പർട്ടീസിലും നമുക്ക് പറയാം. എന്ത്? ലൈക്ക് ചാർജസ് അട്രാക്ട്, അൺലൈക്ക് ചാർജസ് റിപ്പൽ. എന്താണ് ലൈക്ക് ചാർജസ് അട്രാക്ട്, അൺലൈക്ക് ചാർജസ് റിപ്പൽ എന്ന് പറഞ്ഞാൽ, ഒരു പോസിറ്റീവ് ചാർജുള്ള ഒബ്ജക്റ്റും നെഗറ്റീവ് ചാർജുള്ള വസ്തുവും പരസ്പരം ആകർഷിക്കും. പോസിറ്റീവ് ചാർജും പരസ്പരം വികർഷിക്കും. നെഗറ്റീവ് ചാർജും പരസ്പരം വികർഷിക്കും. അതാണ് പറഞ്ഞത്. ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും, ഒരേപോലത്തെ ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, എങ്ങനെയാണ് വസ്തുക്കൾക്ക് ചാർജ് ഉണ്ടാവുന്നത്? എവിടെ നിന്നാണ് ഈ ചാർജ് കിട്ടുന്നത്? ചാർജ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു ബോൾ അല്ലെങ്കിൽ ഒരു പേന, ഇത് ചാർജ്ഡ് ആണ്. ഹൗ, എന്തുകൊണ്ടാണ് അതിന് ചാർജ് കിട്ടുന്നത്? എവിടെ നിന്നായിരിക്കാം? അതിലേക്കാണ് അടുത്തത് നമ്മൾ പോകുന്നത്. സോ നിങ്ങൾക്കറിയാം, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ്, ഈ പച്ച മഷിയിൽ ഈ കാണുന്ന പാർട്ടൊന്നും എഴുതാനുള്ളതല്ല കേട്ടോ, ഒന്നും നോട്ടിലേക്ക് എഴുതണ്ട. നിങ്ങൾ ഈ സബ്ഹെഡിങ്ങും എഴുതണ്ട, നിങ്ങളിപ്പോൾ പറയുന്നത് കേട്ടാൽ മതി. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്, നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. ആറ്റംസ് കണ്ടെയ്ൻ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ്, ആൻഡ് ന്യൂട്രൽ പാർട്ടിക്കിൾസ് കാൾഡ് ഓക്കെ. സൗണ്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ?
സോ ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ? ഹലോ? ഓക്കെ ഓക്കെ അല്ലേ? നോ ഇപ്പോൾ ശരിയായില്ലേ? ഓക്കെ, എന്താണെന്ന് അറിയില്ല, എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ മാട്രിക്സ് മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. ആറ്റംസ് കണ്ടെയ്ൻ പോസിറ്റീവ് ചാർജ്ഡ് പ്രോട്ടോൺസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ്. പിന്നെ അതിലുള്ളത് ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള എന്താണ്? പ്രോട്ടോൺസും ഇലക്ട്രോൺസും ന്യൂട്രോൺസുമാണ്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. ന്യൂട്രോൺസിന് ചാർജ് ഇല്ല എന്നും പ്രോട്ടോൺസിനും ഇലക്ട്രോൺസിനുമാണ് ചാർജുള്ള വസ്തുക്കൾ എന്നും നമുക്ക് അറിയാം, നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു ആറ്റത്തിൽ നോർമലി ഇലക്ട്രോൺസിന്റെ എണ്ണവും പ്രോട്ടോൺസിന്റെ എണ്ണവും തുല്യമായിരിക്കും. അപ്പോൾ ഒരു ആറ്റത്തിന് ചാർജ് കൊടുക്കാൻ ഇലക്ട്രോൺസിന്റെ എണ്ണവും പ്രോട്ടോൺസിന്റെ എണ്ണവും തുല്യമായിരിക്കും. ഇലക്ട്രോൺസിനും പ്രോട്ടോൺസിനും ഒരേപോലെയുള്ള ഓപ്പോസിറ്റ് ചാർജസ് ആണുള്ളത്. അപ്പോൾ ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണോ അത്ര തന്നെ പ്രോട്ടോൺസും ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺ കൊണ്ട് കിട്ടുന്ന എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ കൊണ്ടും ആറ്റത്തിന് കിട്ടും. അപ്പോൾ ആറ്റത്തിന്റെ ടോട്ടൽ ചാർജ് നോർമലി 0 ആയിരിക്കും. സോ ആറ്റം ഈസ് യൂഷ്വലി ന്യൂട്രൽ. നോർമലി ദ ആറ്റംസ് ആർ ന്യൂട്രൽ പാർട്ടിക്കിൾസ്. അങ്ങനെയുള്ള ന്യൂട്രൽ പാർട്ടിക്കിൾസ് കൊണ്ടാണ് എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത്, എല്ലാ വസ്തുക്കളെയും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ വസ്തുക്കളൊക്കെ ചാർജ് ഇല്ലാത്തവയായിരിക്കും. ഇനി ഒരു വസ്തുവിന് ചാർജ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ വസ്തുവിന്റെ ആറ്റത്തിന് ചാർജ് കിട്ടണം. ആറ്റം കൊണ്ടാണല്ലോ ഇവ ഉണ്ടാക്കിയത്. ആറ്റത്തിന് ചാർജ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആറ്റത്തിന്റെ പ്രോട്ടോൺ ന്യൂട്രോൺ അനുപാതം മാറണം. ഒന്നുകിൽ പ്രോട്ടോണിന്റെ എണ്ണം കൂടണം, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം കൂടണം, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പക്ഷെ സാധാരണഗതിയിൽ പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ വളരെ ശക്തമായ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉപയോഗിച്ച് ബൈൻഡ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിളാണ്. ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയോൺസിനെ പരസ്പരം ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവയെ പ്രോട്ടോണിനെ ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റാനോ പുതിയൊരു പ്രോട്ടോൺ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാനോ ഒന്നും എളുപ്പമല്ല. അത് നോർമലി നടക്കുന്ന ഒരു സംഗതിയല്ല. പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ദ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന്റെ ഉള്ളിലല്ല, പുറത്താണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ആകർഷണ ശക്തിയിൽ അതിനെ ചുറ്റുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് പറയാം. അപ്പം ഇലക്ട്രോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ആണ് ന്യൂക്ലിയസിന്റെ പുറത്തുള്ള താരതമ്യേന ലൈറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്ത പാർട്ടിക്കിൾസ്. ചെറിയ ശക്തിയിൽ ന്യൂക്ലിയസുമായിട്ട് ബൈൻഡ് ചെയ്യപ്പെട്ടത് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഒരേ ഒരു വഴി, നോർമൽ മെത്തേഡ് ടു ചാർജ് ഈസ്, നിങ്ങൾ ഇലക്ട്രോൺസിനെ കൂടുതലായിട്ട് അതിലെ ഒരു ആറ്റത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ആറ്റം വിൽ ബിക്കം നെഗറ്റീവ്ലി ചാർജ്, ബിക്കോസ് ചാർജ് ഓഫ് ഇലക്ട്രോൺസ് ഈസ് നെഗറ്റീവ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് ഇലക്ട്രോണിന്റെ അതേ മാഗ്നിറ്റ്യൂഡുള്ള അതേപോലെയുള്ള പോസിറ്റീവ് ചാർജുമാണ്. അപ്പോൾ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വഴി. അപ്പോൾ ആഡ് ചെയ്താൽ ആ ആറ്റത്തിന് എന്ത് കിട്ടും? നെഗറ്റീവ് പ്രോട്ടോണിന്റെ എണ്ണത്തെക്കാൾ ഇലക്ട്രോണിന്റെ എണ്ണം കൂടും. അപ്പോൾ അതിന് നെഗറ്റീവ് ചാർജ് വരും. അങ്ങനെ കൂടുതൽ ഇലക്ട്രോൺ ആഡ് ചെയ്താൽ കുറേ ആറ്റംസിന് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നെഗറ്റീവ് ചാർജസ് അതിൽ കുറേ ഉണ്ടാവും. അങ്ങനെ ഒബ്ജക്ട്സിനെ നമുക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കാം. സിമിലർലി ഇഫ് യു ടേക്ക് അവേ ഇലക്ട്രോൺസിനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയും, പ്രോട്ടോൺസിന്റെ എണ്ണം അവിടെ ഓൾറെഡി ഉണ്ട്, അത് മാറിയിട്ടില്ല. പ്രോട്ടോൺ കൂടുതലും ഇലക്ട്രോൺ കുറവുമാകുമ്പോൾ നെറ്റ് പോസിറ്റീവ് ചാർജ് വരും ആറ്റത്തിന്. അപ്പോൾ ഒരു ആറ്റത്തിൽ നിന്നും if an atom loses electron it will become positively charged. If an atom gains electrons it will become negatively charged. ഇങ്ങനെയാണ് വസ്തുക്കൾക്ക് ചാർജ് കിട്ടുന്നത്. അപ്പോൾ അടിയിലുള്ള ഈ സെന്റൻസ് മാത്രം എഴുതിയാൽ മതി. ഏതാണത്? ഹൗ ഒബ്ജക്ട്സ് ഗെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ when electrons are added to atoms material becomes negatively charged and if electrons are removed it become positively charged. അപ്പോൾ അടുത്തത് how objects get charged എന്ന ഹെഡിങ്ങിന്റെ താഴെ നിങ്ങൾ എഴുതാം when electrons are added to atoms material become negatively charged and if electrons are removed materials become positively charged. മനസ്സിലാക്കുക. ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് ചാർജ് കൊടുക്കാനും ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുന്നതിലൂടെ പോസിറ്റീവ് ചാർജ് കൊടുക്കാനും സാധിക്കും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതിന്റെ മെത്തേഡ് എന്നുള്ളതാണ് പിന്നീട് പറയുന്നത്. ഇപ്പോൾ ഇത്രയും ഓക്കെയാണ്. എങ്ങനെയാണ് ചാർജ് എവിടെ നിന്നാണ് വരുന്നത്?
അപ്പോൾ വസ്തുക്കളുടെ ചാർജ് വരുന്നത് അവ ഉണ്ടാക്കിയിരിക്കുന്ന കണങ്ങളായിട്ടുള്ള പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് എന്ന് പറയുന്നവയുടെ ചാർജിൽ നിന്നാണ്. എവിടെ നിന്നാണ് പ്രോട്ടോൺസിനും ഇലക്ട്രോൺസിനും ചാർജ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. പ്രോട്ടോൺസിൻ്റെ ചാർജിനെ കുറിച്ച് നമ്മൾ പറയും ഇലക്ട്രോൺ എന്ന് പറയുന്ന ആൾ ഇൻഡിവിസിബിളാണ്. ഇലക്ട്രോൺ അത്രയും ചെറുതാണ്, ഇൻഡിവിസിബിളാണ്. അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. പ്രോട്ടോൺസിനെ സംബന്ധിച്ച് അതിൻ്റെ ചാർജ് വരുന്നത് പ്രോട്ടോൺസ് വീണ്ടും ഡിവിസിബിളാണ്. ക്വാർക്കുകൾ എന്ന് പറയുന്ന ഫ്രാക്ഷണൽ ചാർജുള്ള ആളുകളാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ക്വാർക്കിൻ്റെ ചാർജിൽ നിന്നാണ്. അപ്പോഴും ഉത്തരം അവസാനിച്ചിട്ടില്ല ക്വാർക്കിന് എവിടുന്ന് ചാർജ് വരുന്നു ചോദ്യം. അങ്ങനെ നമ്മൾ ഡീപ്പായിട്ട് പോകും. ഫണ്ടമെൻ്റലി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്കറിയാം നമ്മുടെ സാധാരണ പറയുന്ന വസ്തുക്കൾക്കൊക്കെ ചാർജ് കിട്ടുന്നത് അവയുടെ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ചാർജിൽ നിന്നാണ്. ഓക്കെ, അതെങ്ങനെയാണെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് മാത്രം, ഈ ഒരു സെൻറ്റൻസ് മാത്രം എഴുതി വെക്കുക. വെൻ ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ആറ്റംസ് മെറ്റീരിയൽ ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ് and if electrons are removed it become positively charged. So that is the answer to the question. Okay, അപ്പോൾ അത് എഴുതിയല്ലോ. ഹൗ ഒബ്ജക്ട്സ് ഗെറ്റ് ചാർജ്. ഈ ലാസ്റ്റത്തെ ഇത് മാത്രം, ഈ ഗ്രീൻ കളറിലുള്ളതൊന്നും എഴുതണ്ട, ഈ ലാസ്റ്റത്തെ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, when electrons are added to atoms material become negatively charged and if electrons are removed it become positively charged. ഇനി അടുത്തത് ഈ ഡിവൈസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിവൈസിനെ കുറിച്ച് പറയുകയാണ്. ഇലക്ട്രോസ്കോപ്പ്. ഹെഡിങ് എഴുതുക, ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് പ്രസൻസ് ഓഫ് ചാർജ് ഓൺ ആൻ ഒബ്ജക്റ്റ്. അതുപോലെ എഴുതിക്കോളൂ. ഹെഡിങ് എഴുതുക, ഇലക്ട്രോസ്കോപ്പ്. താഴെ എഴുതുക, എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് പ്രസൻസ് ഓഫ് ചാർജ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തു ചാർജ്ഡ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. ഒരു ഒബ്ജക്റ്റിന് ചാർജ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. എഴുതിയത് ഡയഗ്രാം ഇതാണ്. ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുക. കുറേ സമയം വരയ്ക്കാൻ എടുക്കുമെങ്കിൽ അത് നിങ്ങൾ പിന്നീട് വരച്ച് ചേർക്കാം. പക്ഷേ പിന്നീട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡിലേ വരുത്തരുത്. ഇപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ വരക്കണം. ഇപ്പം തന്നെ റഫായിട്ട് അത് പെട്ടെന്ന് വരച്ച് ഒരുപാട് സ്റ്റൈലായിട്ടൊന്നും വരക്കണ്ട, സിമ്പിളായിട്ട് വരച്ചാൽ മതി. വരക്കുമ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു കൂടാണ്, ഒരു ഗ്ലാസ് പോലെയുള്ള ഒരു വസ്തു കൊണ്ടുണ്ടാക്കിയ ഒരു ബോട്ടിൽ സങ്കല്പിച്ചാൽ മതി. ഒരു പാത്രം, ഉള്ളു പൊള്ളയായ ഒരു ബോട്ടിൽ. ഇത് ആ ബോട്ടിലിൻ്റെ ഒരു അടപ്പാണിത്. ഒരു ഇൻസുലേറ്റിംഗ് റബ്ബർ കോർക്ക് പോലെയുള്ള ഒരു സാധനം കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മെറ്റൽ റോഡ് ആ കോർക്കിലൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ആ മെറ്റൽ റോഡിൻ്റെ മുകളിൽ ഒരു റൗണ്ടുള്ള ഒരു ഡിസ്കോ അല്ലെങ്കിൽ ഒരു സ്ഫിയറോ ഒക്കെ ആയിരിക്കും ഇവിടെ വെക്കുക. ഇതിപ്പോൾ ഒരു ഡിസ്കിൻ്റെ ഇതാണ് ഇവിടെ കാണിച്ചത്. റൗണ്ടുള്ള ഡിസ്ക് ഒക്കെ മെറ്റലാണ്. ഈ നീല കളറിലുള്ളതും ഈ പച്ച കളറിലുള്ളതും ഒക്കെ മെറ്റലാണ്. ഇത് നല്ലൊരു കണ്ടക്റ്റിംഗ് മെറ്റലാണ്. ഇവിടെ അതിൻ്റെ മുകളിൽ ഒരു ഡിസ്ക് പോലെ ഉണ്ട്. അതിൽ നിന്നൊരു താഴെ നല്ല കട്ടിയുള്ള ഒരു റോഡ് താഴേക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ റോഡിൻ്റെ എൻഡിൽ 2 ചെറിയ ഗോൾഡ് ലീവ്സ് ഉണ്ട്. ലീവ് എന്ന് പറഞ്ഞാൽ ചെറിയ 2 ഷീറ്റുകൾ, തിൻ ഷീറ്റ്, വളരെ തിന്നായിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്ലക്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഈ 2 ഷീറ്റുകൾ നമ്മൾ അടുക്കാനും അകലാനും ഒക്കെ പറ്റും. അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. ദേ കം ക്ലോസർ ആൻഡ് ദേ ഡൈവേർജ് ആൻഡ് കൺവേർജ്. ആ രീതിയിൽ പറ്റുന്ന മോഷൻ പറ്റുന്ന 2 ലീവ്സ്. അതായത് ഒരു അയൽ പോലെ ചെറിയൊരു കമ്പി ഈ റോഡിൻ്റെ ചെറിയൊരു എഡ്ജിൽ നിന്നിങ്ങനെ ഒരു ലീഫ് എടുത്ത് അതിങ്ങനെ നടു വളച്ചിട്ട് ഒരു ചെറിയ ഗോൾഡ് ലീഫ് എടുത്തിട്ട് ഒരു തിൻ ഗോൾഡ് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ നടു വളച്ചിട്ട് അതിപ്പോൾ ഇങ്ങനെ തൂക്കിയിട്ട പോലെ, അയലമ തൂക്കിയിട്ട പോലെ, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഡിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഗോൾഡൻ ആവണമെന്നില്ല, വളരെ തിൻ അലൂമിനിയം ഫോയിൽസും ഉപയോഗിക്കാം. ഇതിൽ വല്ല ചാർജ് ഉണ്ടെങ്കിൽ നഷ്ടപ്പെടുത്താൻ, ഈ ബോഡിയിൽ വല്ല ചാർജ്, ഗ്ലാസ് ബോഡി ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി എർത്ത് ചെയ്യാനുള്ള ടെർമിനലാണ് അത്. ഇതാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. പെട്ടെന്ന് വരക്കുക. ഇത് ഇൻസുലേറ്റർ ആവണം കേട്ടോ.
ഓക്കെ, സോറി. വരച്ച് കഴിഞ്ഞോ? ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഒബ്ജക്റ്റ്, അതിൽ ചാർജ് ഉണ്ടോ എന്ന് സംശയിക്കുന്ന ഒബ്ജക്റ്റിനെ ഈ മെറ്റൽ ഡിസ്കിൻ്റെ അടുത്ത് കൊണ്ടുവരിക. അതിപ്പോൾ തട്ടിച്ചു എന്ന് കരുതി അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ മെറ്റൽസിൻ്റെ ഒരു പ്രത്യേകത, ലോഹങ്ങൾ, അവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവയിൽ ധാരാളം ഇലക്ട്രോൺസ് ഉണ്ട്. മറ്റൊരു സവിശേഷത, ആ ഇലക്ട്രോൺസിന് ആ മെറ്റലിൻ്റെ ഉള്ളിൽ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്നാണ് പറയുക. അത് നിങ്ങളുടെ മനസ്സിൽ വേണം. ലോഹങ്ങളുടെ മാത്രം സവിശേഷതയാണ്. എല്ലാ വസ്തുക്കളിലും ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷെ ലോഹങ്ങളല്ലാത്ത മറ്റു വസ്തുക്കളിൽ ഇലക്ട്രോൺസിന് ആ വസ്തുക്കൾക്കുള്ളിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും ഇല്ല. അത് അവയുടെ ആറ്റത്തിലെ ന്യൂക്ലിയസുമായിട്ട് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മെറ്റൽസ് അങ്ങനെയല്ല. അതിൽ ധാരാളം ഇലക്ട്രോൺസിനെ, എല്ലാ ഇലക്ട്രോൺസും അല്ല, അതിലുള്ള ധാരാളം ഇലക്ട്രോൺസ്, സ്പെഷ്യലി ദി വാലൻസ് ഇലക്ട്രോൺസ് എന്നൊക്കെ പറയുന്ന ലാസ്റ്റ് ബാൻഡിലൊക്കെ വരുന്ന ഇലക്ട്രോൺസ്, അവ ഫ്രീ ആണ്, മൂവ് ചെയ്യാൻ. അത് മെറ്റൽസിൻ്റെ ഉള്ളിൽ എങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റിന് അടുത്ത് വരുമ്പോൾ ഈ മെറ്റൽസിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം അതിൻ്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ ഈ മെറ്റൽ റോഡിൻ്റെ അപ്പർ സൈഡ് എന്ത് ചെയ്യും? ഈ മെറ്റൽ റോഡിൽ നിന്നും ഗോൾഡ് ഫോയിൽ നിന്നും ഒക്കെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും അപ്പർ സൈഡിലേക്ക്. കാരണം അവിടെ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ ആകർഷണമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഈ മെറ്റൽ റോഡിൻ്റെ ഈ അപ്പർ എൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും, ലോവർ എൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ്. സോറി, ഇവിടെ പോസിറ്റീവ് ചാർജുള്ള റോഡ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഈ അപ്പർ എൻഡ് നെഗറ്റീവ്ലി ചാർജ് ആവും. കാരണം ഇലക്ട്രോൺസ് ഒക്കെ ആകർഷിച്ചിട്ട് അങ്ങോട്ട് നീങ്ങും. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജുള്ള ഒബ്ജക്റ്റ് വെച്ചാൽ ഈ റോഡിൽ നിന്നും ഗോൾഡ് ലീഫിൽ നിന്നും ഒക്കെ ഉള്ള ഇലക്ട്രോൺസ്, ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഈ എൻഡിൽ പോയി നിൽക്കാൻ തുടങ്ങും. കാരണം ഈ പോസിറ്റീവ് ചാർജുള്ള റോഡ് അടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ അട്രാക്ഷൻ. അപ്പോൾ ഈ ഗോൾഡ് ലീഫിന് എന്ത് കിട്ടും? പിന്നെ അതിൽ നിന്നുള്ള ഇലക്ട്രോൺസ് ഒക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗോൾഡ് ലീഫ് രണ്ടും പോസിറ്റീവ്ലി ചാർജിലാവും. രണ്ട് ഗോൾഡ് ലീഫ് പോസിറ്റീവ്ലി ചാർജിൽ അടുത്ത് നിൽക്കുമ്പോൾ അവ ഡൈവേർജ്, വികർഷിക്കാൻ തുടങ്ങും. ആ വികർഷിച്ച് നിൽക്കുന്ന ചിത്രമാണ് ഈ കാണുന്നത്. വികർഷിക്കാത്തപ്പോൾ ഇവ ക്ലോസ് ആയിരിക്കും, ഈ ആംഗിൾ വളരെ സ്മോൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജുള്ള ഒബ്ജക്റ്റ് വെച്ചപ്പോൾ ഈ കാരണം കൊണ്ട് ഇതിന് രണ്ടിനും പോസിറ്റീവ് ചാർജ് കിട്ടും. അങ്ങനെ അവ റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷൻ കാരണം ഈ ആംഗിൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവ ഡൈവേർജ് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്യും. അങ്ങനെ ഒരു ആംഗിൾ, ഒരു ഡൈവർജൻസ്, ഒരു ഡിഫ്ലക്ഷൻ കണ്ടാൽ, ഈ ഗോൾഡ് ലീഫ് ഒന്ന് അകന്നു നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വെച്ച വസ്തുവിൽ ചാർജ് ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നെഗറ്റീവ് ചാർജുള്ള ഒബ്ജക്ട്സ് ആണ് വെക്കുന്നതെങ്കിലോ, ഇവിടെ നെഗറ്റീവ് ചാർജുള്ള ഒബ്ജക്റ്റ് ഇതിന് അടുത്ത് കൊണ്ടുപോയി പിടിച്ചാൽ ഇൻഡക്ഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷൻ കാരണം ഇതൊക്കെ ഇതിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ ഇലക്ട്രോൺസ് ഒക്കെ താഴേക്ക് നീങ്ങാൻ തുടങ്ങും. അപ്പോൾ ഈ മെറ്റൽ റോഡിൻ്റെ മുകൾ ഭാഗം, ഈ നെഗറ്റീവ് ചാർജുമായി അടുത്ത് നിൽക്കുന്ന ഭാഗം പോസിറ്റീവ്ലി ചാർജ് ആകും. ഈ താഴേക്ക് കൂടുതൽ ഇലക്ട്രോൺസ് നീങ്ങും. അപ്പോൾ ഈ രണ്ട് ഗോൾഡ് ലീഫിലും കൂടുതൽ ഇലക്ട്രോൺസ് വരും. അവ രണ്ടും നെഗറ്റീവ്ലി ചാർജ് ആവും. വീണ്ടും അവർ റിപ്പൽ ചെയ്യും. ഇവിടെ പോസിറ്റീവ് ചാർജുള്ള റോഡ് വെച്ചാലും ഇവിടെ നെഗറ്റീവ് ചാർജുള്ള റോഡ് വെച്ചാലും ഗോൾഡ് ലീഫ്സ് റിപ്പൽ ചെയ്ത് അകന്ന് നിൽക്കുകയാണ് ചെയ്യുക. ന്യൂട്രൽ ഒബ്ജക്റ്റ് ആണ് വെക്കുന്നതെങ്കിൽ റിപ്പൽഷൻ ഒന്നും ഉണ്ടാവില്ല, ഒരു എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഈ ഇവിടെ ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയി പിടിച്ച ഈ ഒബ്ജക്റ്റ് ചാർജ്ഡ് ആണോ അല്ലയോ എന്ന് ഈ രീതിയിൽ മനസ്സിലാക്കാം. When a charged object is placed in contact with or close to the metal cap, ഞാനിപ്പോൾ ക്ലോസ് ആയിട്ട് പിടിക്കുമ്പോഴുള്ള കേസാണ് പറഞ്ഞത് കേട്ടോ, അത് മതി. The two gold leaves get the same type of charge. അവിടെ പോസിറ്റീവാണ് വെച്ചതെന്നുണ്ടെങ്കിൽ ഈ ഗോൾഡ് ലീവിനും പോസിറ്റീവ് കിട്ടും. And they diverge, indicating the presence of charge. ഗോൾഡ് ലീവ്സ് ഡൈവേർജ് ചെയ്യും, ഇൻഡിക്കേറ്റിംഗ് ദി പ്രസൻസ് ഓഫ് ചാർജ്. അത് എഴുതാതെ. When charged object is placed in contact with or close to the metal cap, metal cap പറഞ്ഞാൽ ഈസാണ്. The two gold leaves get the same type of charge. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായല്ലോ? ഇവിടെ പ്ലസ് പോസിറ്റീവ് ചാർജുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഇതിൻ്റെ അടുത്തേക്ക് വെച്ചത്, തട്ടിച്ചിട്ടില്ല, അടുത്ത് ഇങ്ങനെ പിടിക്കുന്നതെങ്കിൽ ആ പോസിറ്റീവ് ചാർജ് ഇതിലുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ട് പോകും. ഈ മെറ്റൽ ക്യാപ്പിൽ നെഗറ്റീവ് ചാർജ് വരും. താഴ്ഭാഗത്തുള്ള ഗോൾഡ് ലീഫിൽ നിന്ന് ഇലക്ട്രോൺസ് പോയത് കാരണം അതിന് മെറ്റൽ ക്യാപ്പിന് നെഗറ്റീവ് ചാർജ് വരും. താഴ്ഭാഗത്തുള്ള ഗോൾഡ് ലീവ്സിൽ നിന്നൊക്കെ ഇലക്ട്രോൺസ് പോയത് കാരണം അതിന് പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ ഗോൾഡ് ലീവ്സ് അതുവരെ അടുത്തിരുന്ന ഗോൾഡ് ലീവ്സ് ആണ്. രണ്ടൊരു പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ റിപ്പൽഷൻ കാരണം ഒന്ന് അകലും. അപ്പോൾ അവിടെ ഈ ആംഗിൾ ഉണ്ടാവും.
അങ്ങനെ നമുക്ക് ആ ഡിഫ്ലക്ഷൻ കണ്ടിട്ട് ചാർജിൻ്റെ പ്രസൻസ് എടുക്കാം. ദിസ് ഈസ് ദി വേ. അപ്പോൾ ഈ എഴുതിക്കോളൂ, ഇതിൻ്റെ വർക്കിംഗ് ഇത്രയേ ഉള്ളൂ. വെൻ ചാർജ്ഡ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ കോൺടാക്ട് വിത്ത് ഓർ ക്ലോസ് ടു ദി മെറ്റൽ ക്യാപ്പ്, the two gold leaves get same type of charges and they are repelled and they diverges. അകന്നുണ്ട്, ഇൻഡിക്കേറ്റിംഗ് ദി പ്രസൻസ് ഓഫ് ദി ചാർജ്. അങ്ങനെയാണ് ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ടോ എന്നറിയാം. സോ ദിസ് ഈസ് ദി വർക്കിംഗ് ഓഫ് ഇലക്ട്രോസ്കോപ്പ്. നമ്മുടെ സമയം ഏകദേശം തീരാനായി, വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാകും കൂടി കാണാം. സോ എന്താണ് സാധനം എന്ന് കാണാം. സോ ഇത് രണ്ട് മോഡലാണ്. സൗണ്ട് ഇല്ലേ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് ഒരു കുപ്പിയാണ്, ഒരു ഗ്ലാസ് ബോട്ടിലാണ്. അതിൻ്റെ ഉള്ളിലൊരു മെറ്റൽ റോഡ് ഉണ്ട്, ഇങ്ങോട്ടൊരു മെറ്റൽ ക്യാപ്പൊക്കെ പോകുന്നുണ്ട്. ഇതൊരു മെറ്റൽ റോഡാണ്, അത് കാണുക. ഈ താഴെയുള്ള രണ്ടാണ് ഗോൾഡ് ലീഫ്. ഇപ്പോൾ ഒരു പേന അതിൻ്റെ അടുത്തേക്ക് പിടിക്കുകയാണ്. അപ്പോൾ ആ പേന ചാർജ് ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഗോൾഡ് ലീഫ്സിനും എവിടെ വെച്ചാലും ഗോൾഡ് ലീഫ്സിന് ഡിഫ്ലക്ഷൻസ് ഒന്നും, ഗോൾഡ് അല്ല, ഇത് അലൂമിനിയം ലീഫാണ് തോന്നുന്നു. ഉണ്ടോ, അതിൻ്റെ ഉള്ളിൽ രണ്ട് ചെറിയ ഷീറ്റ്, ദാറ്റ് ഈസ് ദി ലീഫ്. അതിൻ്റെ പാർട്ട് എടുത്ത് ഇത്രയും ഭാഗമേ ഉള്ളൂ. മുകളിലുള്ള ഒരു സ്ഫിയറാണ്, ചിലപ്പോൾ അതൊരു ഡിസ്ക് ആയിക്കാരം, മെറ്റൽ ക്യാപ്പ് എന്ന് പറയും. ആ ആടുന്ന രണ്ട് സാധനങ്ങളാണ്, ഓസിലേറ്റ് ചെയ്യുന്ന സാധനമാണ് മെറ്റാലിക് ലീവ്സ്. അത് ഗോൾഡ് കൊണ്ട് തന്നെ ആവണമെന്നില്ല, ബെസ്റ്റ് ഇലക്ട്രോസ്കോപ്പിൽ ഗോൾഡ് ആയിരിക്കും. ഇപ്പം നേരത്തെ പേന വെച്ചപ്പോൾ അവയ്ക്ക് ഡിഫ്ലക്ഷൻസ് ഒന്നും കണ്ടില്ലല്ലോ, കാരണം ആ പേനയിൽ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊക്കെ ഉണ്ട്, അതിൻ്റെ വോയിസ് കിട്ടുന്നില്ല. അതാണ് നിങ്ങൾക്ക് വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇത് അതിൻ്റെ മറ്റൊരാണ്. ഇവിടെ കണ്ടോ, മെറ്റൽ ക്യാപ്പിന് പകരം ഒരു ഡിസ്കാണ്. ഇവിടെ ഒരു സിംഗിൾ ലീഫേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒരു സിംഗിൾ ലീഫേ ഉള്ളൂ. ഒന്നൊരു ഫിക്സഡ് മെറ്റൽ പ്ലേറ്റ് ആണ്, മെറ്റൽ ഷീറ്റ്. അതിൻ്റെ ഉള്ള ഒരു സിംഗിൾ, ഇതാണ് സിംഗിൾ ലീഫ്. ആ ലീഫാണ് ഡിഫ്ലക്ട് ചെയ്യുക. അതിലും പേന പിടിക്കുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നോക്കൂ. പേനയ്ക്ക് പകരം ഒരു പ്ലാസ്റ്റിക് റോഡ്. നേരത്തെ പേനയായിരുന്നു തൊട്ടിരുന്നത്. പേന വെച്ച് അദ്ദേഹം യഥാർത്ഥത്തിൽ അതിൻ്റെ പാർട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു, എന്നാലും അപ്പോഴും ഡിഫ്ലക്ഷൻ ഇല്ല. ഇനി പ്ലാസ്റ്റിക് റോഡ് കണ്ടോ, ആ പ്ലാസ്റ്റിക് റോഡ് സിൽക്കുമായിട്ട് ഫറുമായിട്ട് റബ്ബ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അടുത്തെത്തിയിട്ടില്ല, അതിൻ്റെ മുൻപേ ഡിഫ്ലക്ഷൻ കാണുന്നുണ്ടല്ലോ, ആ ലീഫ് ഡിഫ്ലക്ട് ചെയ്യുന്നത് കണ്ടോ. ഇതൊരു സിംഗിൾ ലീഫ് ഇലക്ട്രോസ്കോപ്പാണ് ഈ കാണുന്നത്, ഇപ്പോൾ കാണുന്നത് സിംഗിൾ ലീഫാണ്. അതിന് തൊട്ടപ്പോൾ നന്നായി ഡിഫ്ലക്ട് ചെയ്തു മാക്സിമം. ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഡിഫ്ലക്ട് ചെയ്യും. ആ ഡിഫ്ലക്ഷൻ അകലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാറുകയും ചെയ്യും. ഇപ്പോൾ അദ്ദേഹം ആ ഡിസ്കിൽ തൊട്ടിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തു. അപ്പോൾ എന്തായി, ആ ഡിസ്കിൽ നിന്ന് ആ ഡിസ്കിലേക്ക് പേനയുടെ ചാർജ് ഷെയർ ചെയ്യപ്പെട്ടു. അപ്പോൾ പെർമനൻ്റ്ലി ചാർജ്ഡ് ആയി ഇലക്ട്രോസ്കോപ്പ്. അതുകൊണ്ട് ഈ ഡിഫ്ലക്ഷൻ ഇനി മാറില്ല. ഈ ഡിഫ്ലക്ഷൻ ഇനി മാറണമെങ്കിൽ നമ്മൾ എർത്ത് ചെയ്യണം. കണ്ടോ, നമ്മൾ കൈകൊണ്ട് തൊട്ടപ്പോൾ ആ ഡിഫ്ലക്ഷൻ പോയി എന്ന് പറഞ്ഞാൽ ആ മെറ്റാലിക് ഇലക്ട്രോസ്കോപ്പിൻ്റെ മെറ്റാലിക് പാർട്ടിന് കിട്ടിയ ചാർജ് എർത്തിങ് വഴി നഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. എർത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊടുമ്പോൾ നമ്മുടെ ബോഡിയിലൂടെ എർത്തിലേക്ക് ആ ചാർജ് ലോസ് ചെയ്യപ്പെടുക. അതിനി പറയും ഞാൻ എർത്തിങ് എന്താണെന്ന് ഏത് ചാർജുള്ള ഒബ്ജക്റ്റ് ആയാലും മെറ്റൽ ഒബ്ജക്റ്റ് ചാർജ് ചെയ്യപ്പെട്ടാൽ പിന്നെ അതിന് നമ്മൾ എർത്തിലേക്ക് ഒരു മെറ്റാലിക് പാത്തിലൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റിംഗ് പാത്ത് എർത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, എർത്തുമായിട്ടൊരു കണ്ടക്റ്റിംഗ് പാത്തിലൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് നഷ്ടപ്പെടും. സോ അപ്പോൾ ഇലക്ട്രോസ്കോപ്പ് നിങ്ങൾ കണ്ടു. അപ്പോൾ അതാണ് ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പിന്റെ വർക്കിംഗ് മനസ്സിലായി.
കണ്ടല്ലോ ഇലക്ട്രോസ്കോപ്പിന്റെ പാർട്സും അതിന്റെ വർക്കിംഗും ഒക്കെ. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. മെത്തേഡ്സ് ടു ചാർജ്. ചാർജ് കിട്ടണമെങ്കിൽ ഇലക്ട്രോൺസ് നഷ്ടപ്പെടുകയോ നേടുകയോ വേണം. എങ്ങനെയാണ് വസ്തുക്കൾക്ക് ചാർജ് കിട്ടാനുള്ള പ്രോസസ് എന്താണ്? വാട്ട് ഈസ് ദി പ്രൊസീജിയർ? വാട്ട് യു ക്യാൻ ഡു ടു മേക്ക് എ ഒബ്ജക്ട് ചാർജ്, ടു മേക്ക് എൻ ഒബ്ജക്ട് ചാർജ്? അതാണ് അടുത്തത്. സോ മെത്തേഡ്സ് ഫോർ ചാർജ്. മെത്തേഡ്സ് ഫോർ ചാർജ്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഓർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അതായത് ഫ്രിക്ഷനിലൂടെ. അതിൽ നമ്മൾ ചെയ്യുക വെൻ സ്യൂട്ടബിൾ പെയർ ഓഫ് ഒബ്ജക്ട്സ് ആർ റബ്ഡ് ടുഗദർ ദേ ഗെറ്റ്സ് ചാർജ്. എഴുതിക്കോളൂ. മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഹെഡിങ് എഴുതുക. അതിൽ ഒന്ന് എഴുതുക ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഓർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. എന്ന് പറഞ്ഞാൽ ഒരതുക, ഫ്രിക്ഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരതുക, റബ്ബ് ചെയ്യുക ത്രൂ റബ്ബിങ്. നോർമലി നോൺ മെറ്റൽസ് ആണ് ഇങ്ങനെ ചാർജ് ചെയ്യപ്പെടുക. റബ്ബിങ്ങിലൂടെ ചാർജ് ചെയ്യപ്പെടുന്നത് നോൺ മെറ്റാലിക് ഒബ്ജക്ട്സ് ആണ് എപ്പോഴും. അപ്പോൾ വെൻ സ്യൂട്ടബിൾ പെയേഴ്സ്, എല്ലാം തമ്മിൽ വർദ്ധീകരിച്ച് ചാർജ്ഡ് ആവണമെന്നില്ല. വെൻ സ്യൂട്ടബിൾ പെയർ ഓഫ് ഒബ്ജക്ട്സ് ആർ റബ്ഡ് ടുഗദർ. അപ്പോൾ ഹെഡിങ് എഴുതി കഴിഞ്ഞു. ഒന്ന്, പല മെത്തേഡ് ഉണ്ടല്ലോ. ഒന്നാമത്തെ മെത്തേഡാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഓർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അവിടെ എന്താ ചെയ്യേണ്ടത്? വെൻ സ്യൂട്ടബിൾ പെയർ ഓഫ് ഒബ്ജക്ട്സ് ആർ റബ്ഡ് ടുഗദർ ദേ ഗെറ്റ്സ് ചാർജ്. അതാണ് ഒരു മെത്തേഡ്. അതിന്റെ എക്സാമ്പിൾ ആണ് വെൻ ഗ്ലാസ് റോഡ് റബ്ഡ് വിത്ത് സിൽക്ക് ഗ്ലാസ് ഗെറ്റ്സ് പോസിറ്റീവ് ആൻഡ് സിൽക്ക് ഗെറ്റ്സ് നെഗറ്റീവ് ചാർജ്. ഒരു ഉദാഹരണം എഴുതി വെക്കുക. എഴുതിയല്ലോ. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഓർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് എഴുതുക. മെത്തേഡ് 1. ഹെഡിങ് മെത്തേഡ്സ് ഓഫ് ചാർജിങ്. അതിൽ ഒന്നാമത്തെ മെത്തേഡായിട്ട് എഴുതുക ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഓർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. വെൻ സ്യൂട്ടബിൾ pair of objects are rubbed together they gets charged. Example എഴുതാം. when glass rod rubbed with silk glass gets positive and silk gets negative charge. ഒരു ഗ്ലാസ് റോഡ് എടുത്ത് നല്ല നാച്ചുറൽ സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഒന്ന് പോസിറ്റീവ് ചാർജും ഒന്ന് നെഗറ്റീവ് ചാർജും വരും. ഓക്കെ, എഴുതിയല്ലോ. ഇനി ഒരു ടേബിൾ ഉണ്ട്. സം pairs producing frictional electricity on rubbing. റബ്ബ് ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ചില പെയേഴ്സ് ആണ്. ഒന്നിപ്പോൾ പറഞ്ഞ ഗ്ലാസ് സിൽക്കാണ്. ഇത് ടേബിളായിട്ട് വേണമെന്നില്ല, നിങ്ങളുടെ നോട്ടിൽ ടേബിളായിട്ടൊന്നും വരക്കണ്ട. ജസ്റ്റ് സം പെയേഴ്സ് എഴുതിയിട്ട് ഒരു പെയറായിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. ഗ്ലാസ് ആൻഡ് സിൽക്ക്, കാറ്റ് ഫർ ആൻഡ് പ്ലാസ്റ്റിക്, അല്ലെങ്കിൽ ഫർ ആൻഡ് പ്ലാസ്റ്റിക്. ഫർ പറഞ്ഞാൽ കമ്പിളി കേട്ടോ, കമ്പിളി. പ്ലാസ്റ്റിക് റോഡ്, അതാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഫറും ആ പ്ലാസ്റ്റിക് റോഡും റബ്ബ് ചെയ്ത് വെച്ചപ്പോൾ ചാർജ് കിട്ടിയത്. പിന്നെ ഡ്രൈ ഹെയർ ആൻഡ് പ്ലാസ്റ്റിക്. ഡ്രൈ ഹെയർ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഡ്രൈ ഹെയറുമായിട്ട് നമ്മൾ സ്കെയിൽ, പ്ലാസ്റ്റിക് സ്കെയിലൊക്കെ മുടിയിൽ, ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ വരച്ചിട്ട് പേപ്പർ പാർട്ടിക്കിൾസിനൊക്കെ അട്രാക്ട് ചെയ്യിക്കാന്ന് കാണാം. ചെറിയ പേപ്പർ പീസസ് ഇട്ടിട്ട് നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ തലമുടി നല്ലോണം വരതിയിട്ട് ഒരു സ്കെയിൽ, പ്ലാസ്റ്റിക് സ്കെയിൽ എടുത്തിട്ട് അതിങ്ങനെ ആ പേപ്പർ പാർട്ടിക്കിൾസിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചാൽ അവ ചാടി പിടിക്കും. നമ്മൾ കാണുന്നതാണ്, ചെറിയ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അതിന് ഡ്രൈ ഹെയർ പ്ലാസ്റ്റിക് കോമ്പിനേഷൻ ഒരു പെയറാണ്. പിന്നെ വൂള് പറയുമ്പോൾ ക്ലോത്തിങ്ങിൽ വരുന്ന വൂള്. പോളിത്തീനും വൂളും തമ്മിൽ റബ്ബ് ചെയ്താലും കിട്ടും. ഇങ്ങനെയുള്ള പല പെയേഴ്സും ഉണ്ട്, ഒരുപാട് പെയേഴ്സും ഉണ്ട്. അതിൽ കുറച്ച് പെയേഴ്സിന് എക്സാമ്പിൾ എഴുതിയെന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഇത് റബ്ബ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തുള്ള ആളുകൾ പോസിറ്റീവ് ചാർജ് കിട്ടും, ഈ ഭാഗത്തുള്ള ആളുകൾക്ക് നെഗറ്റീവ് കിട്ടും. ഗ്ലാസും സിൽക്കും റബ്ബ് ചെയ്താൽ ഗ്ലാസിന് പോസിറ്റീവ് ആയിരിക്കും, സിൽക്കിന് നെഗറ്റീവ് ആയിരിക്കും. ഏതെങ്കിലും ഒന്നിൻ്റെ ഓർമ്മ വേണം. ഒരു എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞാലൊക്കെ എക്സാമിന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പെയർ എഴുതാൻ കഴിയാം. ഇപ്പോൾ ഗ്ലാസ് റോഡ് റബ്ഡ് വിത്ത് സിൽക്ക് വരുമ്പോൾ ചിലപ്പം ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ വരാം. ഗ്ലാസ് ഗെറ്റ്സ് ഡാഷ് ചാർജ്, സിൽക്ക് ഗെറ്റ്സ് ഡാഷ് ചാർജ്. എല്ലാത്തിനും ഒന്നില്ല, ഗ്ലാസും സിൽക്കും അധികം ചോദിക്കുക. പിന്നെ ഈ പെയർ ഒന്ന് ഓർത്തിരിക്കണം എന്നല്ലാണ്. ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ദർ ഈസ് സംതിങ് കാൾഡ്, ഇത് എഴുതിയാൽ നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഈ ടേബിളിലുള്ള ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ടേബിളായിട്ടൊന്നും എഴുതാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, സം പെയേഴ്സ് പ്രൊഡ്യൂസിങ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഓൺ റബ്ബിംഗ് എഴുതിയിട്ട് ഗ്ലാസ് സിൽക്ക് എന്ന് എഴുതാം. പിന്നെ കാറ്റ് ഫർ പ്ലാസ്റ്റിക്, അല്ലെങ്കിൽ ഫർ പ്ലാസ്റ്റിക് എന്ന് എഴുതാം. ഡ്രൈ ഹെയർ പ്ലാസ്റ്റിക് എന്ന് എഴുതാം. വൂൾ പോളിത്തീൻ എന്ന് എഴുതാം. അത്രേ വേണ്ടു. ഈ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്രൈബോ ഇലക്ട്രിസിറ്റി. അത് ഓർത്തിരിക്കണം. നിങ്ങളുടെ ബുക്കിൽ അത് പറയുന്നില്ല, എന്നാലും അത് വേർഡ് ഓർത്തിരിക്കുക. ട്രൈബോ ഇലക്ട്രിസിറ്റി. നോട്ടിലും അത് എഴുതേണ്ടതില്ല, വേണ്ടവർ സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്യാം. ട്രൈബോ ഇലക്ട്രിസിറ്റി. ഈ
റബ്ബ് ചെയ്യുമ്പോൾ വസ്തുക്കൾ ചാർജ് ചെയ്യപ്പെടുന്ന പ്രതിഭാസത്തെ നമുക്ക് ദ ഫിനോമിനൻ ഓഫ് ഗെറ്റിംഗ് ചാർജ്ഡ് വെൻ റബ്ബിംഗ് ടുഗദർ ഈസ് കാൾഡ് ട്രൈബോ ഇലക്ട്രിക് എഫക്റ്റ്. അതിനെ ട്രൈബോ ഇലക്ട്രിക് എഫക്റ്റ്, TRIBO, ട്രൈബോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ആർക്കാണ് പോസിറ്റീവ് കിട്ടുക, ആർക്കാണ് നെഗറ്റീവ് കിട്ടുക എന്നൊക്കെ അറിയാൻ എക്സ്പെരിമെൻറ്റിലൂടെ ആളുകൾ ഒരു ലിസ്റ്റ് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിനെ ഒരു സീരീസ്, ആ ലിസ്റ്റിനെ നമ്മൾ ട്രൈബോ ഇലക്ട്രിക് സീരീസ് എന്നാണ് പറയുക. ട്രൈബോ ഇലക്ട്രിക് സീരീസ്. ആ ട്രൈബോ ഇലക്ട്രിക് സീരീസിൽ മെറ്റീരിയൽസ്, നമ്മുടെ നോൺ ആയിട്ടുള്ള പല മെറ്റീരിയൽസും, ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ഒരു തുടർച്ചയായി താഴേക്ക് എഴുതി വരുന്ന ഒരു ലിസ്റ്റാണ്. അതിൽ ഏറ്റവും ടോപ്പിൽ 1ാം നമ്പർ ആയിട്ടിരിക്കുന്ന ആളായിരിക്കും ഏറ്റവും നല്ല പോസിറ്റീവ് ചാർജ് അക്വയർ ചെയ്യുന്ന ആൾ. അതിൻ്റെ ഏറ്റവും താഴെ ഇരിക്കുന്ന ആളായിരിക്കും ഏറ്റവും നല്ല നെഗറ്റീവ് ചാർജ് അക്വയർ. അപ്പോൾ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളെയും ഏറ്റവും ബോട്ടത്തിലിരിക്കുന്ന സീരീസിൽ വരുന്ന ആളെയും തമ്മിൽ റബ്ബ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നല്ല ശക്തമായിട്ട് ചാർജ് ചെയ്യും. മനസ്സിലായോ? ഇത് എങ്ങനെ അറേഞ്ച് ചെയ്ത സീരീസാണ് ട്രൈബോ ഇലക്ട്രിക് സീരീസ്. അപ്പോൾ ട്രൈബോ ഇലക്ട്രിക് സീരീസിൽ ഗ്ലാസിൻ്റെ താഴെ ആയിരിക്കും സിൽക്ക് വരിക, കാറ്റ് ഫറിൻ്റെ താഴെ ആയിരിക്കും പ്ലാസ്റ്റിക് വരിക, ഡ്രൈ ഹെയറിൻ്റെ താഴെ ആയിരിക്കും പ്ലാസ്റ്റിക് വരിക, വൂളിൻ്റെ താഴെ ആയിരിക്കും പോളിത്തീൻ വരിക. ഇതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ബുക്കിലൊന്നും ഇല്ല, അതുകൊണ്ട് അത് പരീക്ഷയ്ക്കൊന്നും വരില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഓർത്തിരിക്കുക. ട്രൈബോ ഇലക്ട്രിക് എഫക്റ്റ് എന്നും പറയാറുണ്ട് ഇതിനെ. ട്രൈബോ ഇലക്ട്രിക് സീരീസ് ഉണ്ട്. ആ സീരീസ് നോക്കിയാൽ നമുക്ക് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ ആ സീരീസ് കിട്ടും. ഒരുപാട് മെറ്റീരിയൽസിൻ്റെ പേര് ലിസ്റ്റ് ചെയ്തൊരു സീരീസാണ്. അപ്പോൾ ഓക്കെ, ദാറ്റ്സ് ആൾ ഫോർ ടുഡേ. അപ്പോൾ നിങ്ങളിൽ കുറച്ച് കുട്ടികൾ എനിക്ക് നോട്ട് സബ്മിറ്റ് ചെയ്യണം. നോട്ട് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളുടെ ചാറ്റ് ബോക്സ് നോക്കട്ടെ. ഓക്കെ, ആ ഒരു നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ ടോട്ടൽ ചാർജ്. വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ വ്യത്യസ്ത ചാർജുകൾ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആറ്റത്തിന്റെ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിൽ ചാർജുള്ള പ്രോട്ടോൺസ് കുറേ ഉണ്ട്, ന്യൂട്രോൺസ് കുറേ ഉണ്ട്. പ്രോട്ടോൺസിന്റെ ചാർജ് ഒക്കെ കൂട്ടാം, ന്യൂട്രോൺസിന്റെ ചാർജ് ഇല്ല, പിന്നെ ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ പ്രോട്ടോൺസിന്റെ ചാർജ് മൊത്തം കൂട്ടിയെടുക്കുക, ഇലക്ട്രോൺസിന്റെ ചാർജ് മൊത്തം കൂട്ടിയെടുക്കുക, അത് രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ 0 എന്നാണ് വരിക സാധാരണ. 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 പോസിറ്റീവ് ചാർജ്, 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ -10 നെഗറ്റീവ് ചാർജ്. അപ്പോൾ കൂട്ടുമ്പോൾ -10 + 10 0. അപ്പോൾ നെറ്റ് ചാർജ് ഓഫ് ദി ആറ്റം ഈസ് 0 എന്ന് പറയാൻ പറ്റും. ഞാൻ ഇന്നൊരു ഇലക്ട്രോൺ പോയാൽ നെറ്റ് ചാർജ് ഓഫ് ദി ആറ്റം വിൽ ബിക്കം പോസിറ്റീവ്. അതിൻ്റെ വാല്യൂ എത്രയും നമുക്ക് അടുത്ത് പഠിക്കാം. ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ എത്രയെന്ന് അടുത്ത സെക്ഷനിൽ പഠിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഒരു വസ്തുവിൻ്റെ എല്ലാ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചാർജുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ കിട്ടുന്ന വാല്യൂ ആണ് ആ വസ്തുവിൻ്റെ ആകെ മൊത്തം ചാർജ്. അതിനാണ് നെറ്റ് ചാർജ് എന്ന് പറയുന്നത്. നമ്മളൊരു വസ്തുവിലെ നെറ്റ് ഫോഴ്സ് ഒക്കെ പഠിച്ചല്ലോ, അവിടെ വെക്ടർ സം ആണ്. ഇവിടെ വെക്ടർ സം എടുക്കേണ്ട, ചാർജ് സ്കെയിലർ ആയതുകൊണ്ട് സാധാരണ കൂട്ടുന്ന പോലെ കൂട്ടിയാൽ മതി. സെറ്റ് ദാറ്റ് ഈസ് നെറ്റ് ചാർജ്. ഓക്കെ, റോൾ നമ്പർ 20. 3 ക്ലാസ്സിലെയും റോൾ നമ്പർ 20യുടെ നോട്ട് ബുക്ക് എനിക്കൊന്ന് കാണണം. പ്ലേസ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ക്യാമറ. ക്യാമറയുടെ മുന്നിൽ ആ നോട്ട് ബുക്ക് വെച്ചിട്ട് ഇന്ന് എഴുതിയ ഭാഗങ്ങളൊന്ന് കാണിക്കും. റോൾ നമ്പർ 20. പേര് എനിക്ക് ഓർമ്മയില്ല, പെട്ടെന്ന്. S1C റോൾ നമ്പർ 20, S1B റോൾ നമ്പർ 20. ഇല്ല. So roll number 20, let me note. Okay, 25 ഉണ്ട്. റോൾ നമ്പർ 25. രണ്ട് കുട്ടികൾ കാണിക്കുന്നുണ്ട്.
ഒരു മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, നന്ദന അല്ലേ? നന്ദനയാണോ? എനിക്ക് ഒന്ന് നോക്കട്ടെ, കാണുന്നില്ല. ഒന്ന് സ്റ്റോപ്പ് ചെയ്യല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒന്നുകൂടി അകലെ പിടിക്കുക, ഫോൺ കുറച്ച്. ഓക്കെ, പേജ് മറിക്കുക. ലെറ്റ് മീ ഷോ. ഓക്കെ, ഒരു പേജും കൂടി. ഇലക്ട്രോസ്കോപ്പിൻ്റെ ചിത്രമുണ്ട്. ഓക്കെ, ലാസ്റ്റ് ടേബിൾ വരച്ചു. ഓക്കെ, താങ്ക് യു. ഒരാൾ നേരത്തെ കാണിച്ചു, അതെനിക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, നന്ദന. ഓക്കെ, ചിന്നു എന്ന പേരിൽ ലോഗിൻ ചെയ്ത ആളാരാ? ചിന്നു ഷെറീൻ. ഒന്നൊരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ, കളയല്ലേ. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ആ പേജ് മറിച്ചോളൂ. ഓക്കെ, ഇതൊരു പേപ്പറാണോ? ചിന്നു ഷെറീൻ നോട്ട് ബുക്ക് ഇല്ല എഴുതിയത്, അപ്പം നോട്ടിലേക്ക് മാറ്റണം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ പിന്നെ S1 ക്ലാസ് ഒന്ന് പറയുമോ നന്ദന കെ? ഇപ്പൊ ഈ കാണിച്ച കുട്ടി ശരിക്കും പേരെന്താ? ചിന്നു എന്ന് ലോഗിൻ ചെയ്ത കുട്ടിയുടെ പേര്? ഷാന ഷെറീൻ. ഏതാ ക്ലാസ്? S1B റോൾ നമ്പർ 20 ഉണ്ടാ? എഴുതുന്ന നിങ്ങൾ നോട്ട് എഴുതാത്ത ആളാണെങ്കിൽ അത് പറഞ്ഞാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എഴുതിയിട്ടില്ല, എന്തുകൊണ്ട് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോൾ ഈ നോട്ട് ഡിപ്പെൻഡ് ചെയ്യാത്ത കുട്ടികളുണ്ടാവും, ഇത് ആവശ്യമില്ലാത്ത കുട്ടികളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് പറയണം. അങ്ങനെയാണെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങളിൽ അവരുടെ ഇത് നമ്മൾ നോക്കണ്ടല്ലോ. ഓക്കെ, ഏതായാലും 2 പേര് കാണിച്ചല്ലോ, സന്തോഷം. എല്ലാവരും എഴുതണം. ഈ ക്ലാസ് തുടർന്ന് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നോട്ട് എഴുതി തന്നെ പോരണം. മാത്രമല്ല എല്ലാവരുടെയും നോട്ടുമായിട്ട് നിങ്ങളെ അധികം വൈകില്ല. ഈ ഒരു പാരൻസ് മീറ്റിംഗ് അടുത്ത് വരും, ഈ വീക്ക് തന്നെ ഉണ്ടാവും. ഈ മൺഡേ കഴിഞ്ഞുള്ള ഏത് ദിവസവും അത് വിളിക്കാം. ആ മീറ്റിങ്ങിൻ്റെ ശേഷം പാരൻസ് കൺസെൻറ്റ് കൊടുക്കുന്ന കുട്ടികൾ, പാരൻസ് സമ്മതിക്കുന്ന കുട്ടികളെ സ്കൂളിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് ബാച്ചായിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിനും നോട്ട്, ആ സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ പാർട്ടിലുള്ള ഏതെങ്കിലും ചാപ്റ്റേഴ്സിലേക്ക് പ്രധാന ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം, കൊണ്ടുവരാം. അവിടെ നിന്ന് അത് നിങ്ങൾക്ക് ഡിസ്കസ്. അല്ല +1 അവിടെ നോക്കേണ്ടത് +1 ആണ്. നിങ്ങളെ +2 ക്ലാസ് തുടങ്ങിയ സ്ഥിതിക്ക് അതിൻ്റെ നോട്ടും കൊണ്ടുവരാൻ പറയും. ക്ലാസ്സും സംശയ നിവാരണവും ഒക്കെ നമ്മൾ ചെയ്യുക. ക്ലാസ് അല്ല, ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. +1-ൻ്റെതാണായിരിക്കും, അതിനായിരിക്കും പ്രാമുഖ്യം കൊടുക്കുക. കാരണം അതിൻ്റെ പരീക്ഷയാണല്ലോ ആദ്യം വരുന്നത്, മറ്റത് പിന്നീട് അവസരം ഉണ്ടാവും. ഓക്കെ, അപ്പം കുറച്ചും കൂടി കുട്ടികളുടേത് നോക്കണം. എനിക്ക് ഇന്നത്തെ ഈ ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് ഫുള്ള് കാണുന്ന ആർക്കെങ്കിലും എനിക്കൊന്ന് സെൻഡ് ചെയ്യും. ഞാൻ ഇടയ്ക്ക് നിങ്ങൾ ലോഗ് ഔട്ട് ആയതുകൊണ്ട് ഇന്നത്തെ ചാറ്റ് ബോക്സ് എനിക്ക് ഫുള്ള് കിട്ടില്ല, ലാസ്റ്റത്തെ ചാറ്റേ കിട്ടുള്ളൂ. സോ ലാപ്ടോപ്പിൽ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോപ്പി ദ ചാറ്റ്. അത് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്യാം. എന്നിട്ട് അത് വേറെ ഏതെങ്കിലും ഒരു വേർഡ് ഫയൽക്കോ എൽക്കെങ്കിലും ഇട്ടാൽ അത് കറക്റ്റ് അവിടെ ഉണ്ടാവും. അതങ്ങനത്തെ ഒരു ഇതിക്ക് സെൻഡ് ചെയ്ത് തന്നായിരുന്നു. ഞാൻ ലോഗ് ഔട്ട് ആയതുകൊണ്ട് എനിക്കിനി ആ ചാറ്റ് കിട്ടൂല. ഞാൻ രണ്ടാമത് ലോഗിൻ ചെയ്തതിന് ശേഷമുള്ളതേ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടി വരും അറ്റൻഡൻസ്. അപ്പോൾ അതാരെങ്കിലും ഒന്ന് ചെയ്തു തരുമല്ലോ അല്ലേ? ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ചാറ്റ് ബോക്സ് എടുക്കുക. ചാറ്റ് ബോക്സിൽ പേര്, അതിൽ നമുക്ക് ടെക്സ്റ്റ് ഇങ്ങനെ മൗസ് വെച്ചിട്ട് മൗസിൻ്റെ പോയിന്റ് വെച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കോപ്പി ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. അത് മറ്റൊരു ഫയലിലേക്ക് പേസ്റ്റ് ചെയ്യാം. അത് അയച്ചു തരാം. അല്ലെങ്കിൽ എല്ലാവരും ഒന്നും കൂടി എൻ്റെ ഈ ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് പേരും ക്ലാസ്സും റോൾ നമ്പറും ടൈപ്പ് ചെയ്തിട്ട് പോവാം.